പ്ലസ് ടു പ്രാക്ടിക്കൽ പരീക്ഷയിലും SSLC ജോഗ്രഫി പരീക്ഷയിലും ഒരു പ്രധാന ചോദ്യമാണ് ടൈം കാൽക്കുലേഷൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനു മുമ്പ് നമുക്ക് ടൈം കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചില ബേസിക് ഫാക്ട്സ് പഠിക്കണം. The earth rotates from west to east over its axis. നമുക്കറിയാവുന്നതുപോലെ ഭൂമി വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക്, പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത് കാരണം നമുക്ക് സൂര്യൻ കിഴക്കുദിക്കുന്നതായും പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ടും ഫീൽ ചെയ്യുന്നു. എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ഓവർ ഇറ്റ്സ് ആക്സിസ്. അതുകൊണ്ട് തന്നെ എർത്ത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം 24 മണിക്കൂറാണ്. എർത്ത് ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കുന്നതിനെയാണ് നമ്മൾ ഒരു ഡേ എന്ന് പറയുന്നത്, ഒരു ദിവസം എന്ന് പറയുന്നത്. ഹോൾ റൊട്ടേഷന് എർത്ത് എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ഒരു ഡേ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഭൂമി എടുക്കുന്ന സമയമാണ് 24 മണിക്കൂർ. നമുക്കറിയാം എർത്ത് എന്ന് പറയുന്നത് ഒരു സ്ഫിയർ ആണ്. ഒരു സ്ഫിയർ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പൊ എർത്ത് 360 ഡിഗ്രി കറങ്ങാൻ എടുക്കുന്ന സമയം 24 മണിക്കൂറാണ്. അഥവാ ഓരോ മണിക്കൂർ കൊണ്ടും എർത്ത് 15 ഡിഗ്രി ചുറ്റുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു 360 ഡിഗ്രി തിരിയാനായി 24 മണിക്കൂർ സമയം എടുക്കുമെന്ന് പറഞ്ഞു. ഈ 24 മണിക്കൂർ ബേസ് ചെയ്ത് നമ്മൾ 24 ടൈം സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് ഗ്രീനിച്ച് ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ലണ്ടൻ വഴി കടന്നു പോകുന്ന ഈ ഗ്രീനിച്ച് ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് വേൾഡിലെ ടൈം സോണുകളെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രീനിഷ് മെറീഡിയൻ അഥവാ പ്രൈം മെറീഡിയൻ, 0 ഡിഗ്രി പ്രൈം മെറീഡിയൻ ആണ് നമ്മുടെ ബേസ് വേൾഡിലെ സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മെറീഡിയനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇതിന്റെ കിഴക്കോട്ടുള്ള ഈസ്റ്റിലേക്കുള്ള ഭാഗത്തെ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വെസ്റ്റിലേക്ക് വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വിളിക്കുന്നു. ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ. ഈസ്റ്റിലോട്ടുള്ള ലോങ്ജിറ്റ്യൂഡ്സ് ഈസ്റ്റേൺ ലോങ്ജിറ്റ്യൂഡ്സ് ആൻഡ് വെസ്റ്റിലേക്കുള്ളത് വെസ്റ്റേൺ ലോങ്ജിറ്റ്യൂഡ്സ്. അപ്പൊ ടൈം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ലോങ്ജിറ്റ്യൂഡുകളാണ്. എന്താണ് ലോങ്ജിറ്റ്യൂഡുകൾ? അഥവാ രേഖാംശ രേഖകളാണ്. സമയം കണക്കാക്കുന്നതിന്, സമയം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന രേഖകൾ രേഖാംശ രേഖകളാണ്, ലോങ്ജിറ്റ്യൂഡുകളാണ്. ഇന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മുടെ ടൈം കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ in 1 hour earth will rotate 360 divided by 24, 15 ഡിഗ്രി അല്ലെ. 360 ഡിഗ്രി തിരിയാൻ, 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എർത്തിന്റെ ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 24 മണിക്കൂർ ആണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എർത്തിന് കറങ്ങാൻ കഴിയുന്നത് എത്ര ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ് ആണ്? 15 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ് കറങ്ങാനായിട്ട് കഴിയും. 360 ഡിഗ്രി കറങ്ങാൻ 24 മണിക്കൂറെങ്കിൽ 15 ഡിഗ്രി കറങ്ങാനായി എർത്തിന് എത്ര സമയം മതി? ഒരു മണിക്കൂർ മതി. അതായത് ഒരു മണിക്കൂർ കൊണ്ട് 15 ഡിഗ്രി, അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി, 3 മണിക്കൂർ കൊണ്ട് 45 ഡിഗ്രി, അങ്ങനെ 24 മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി. ഇനി നമുക്കതിനെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് അവറിന്റെ ബേസിലാണ് അല്ലെ, മണിക്കൂറുകളുടെ ബേസിലാണ് പറഞ്ഞതെങ്കിൽ നമുക്കതിനെ ഒന്ന് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം 24 മണിക്കൂർ എന്ന് പറയുന്നത് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 24 ഇൻറ്റു 60. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂർ എന്ന് പറയുന്നത് 1440 മിനിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതായത് എർത്ത് 360 ഡിഗ്രി കറങ്ങാൻ 1440 മിനിറ്റുകൾ എടുക്കുമെന്നർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എർത്ത് ഒരു ലോങ്ജിറ്റ്യൂഡ് തിരിയാനായിട്ട് എടുക്കുന്ന സമയം എത്ര? 1440 മിനിറ്റിന് 360 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് കിട്ടുന്നത് 4 മിനിറ്റ് ആണ്. അപ്പോൾ തൊട്ടടുത്ത 2 ലോങ്ജിറ്റ്യൂഡുകൾ തമ്മിലുള്ള, രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത് 4 മിനിറ്റ് ആണ്. ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണത്. There is a time difference of 4 minutes between any 2 longitudes. 2 ലോങ്ജിറ്റ്യൂഡുകൾക്കിടയിലെ സമയ വ്യത്യാസം 4 മിനിറ്റ് ആണ്. ഓർത്തിരിക്കണം. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. There is a time difference of 4 minutes between any 2 longitudes. ഓക്കെ, ഒന്ന് പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടത് ഗ്രീനിഷ് മെറീഡിയനെ ബേസ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷനിൽ നിന്നും ഈസ്റ്റിലേക്കാണ് നമ്മൾ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
ടൈം ആഡ് ചെയ്യണം. അഥവാ വെസ്റ്റിലേക്കാണെങ്കിൽ നമ്മൾ സമയം കുറയ്ക്കണം. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യലാണ് ഇതിന്റെ സമയനിർണയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈസ്റ്റിലേക്കാണെങ്കിൽ കൂട്ടുക, വെസ്റ്റിലേക്കാണെങ്കിൽ കുറയ്ക്കുക. ഓർത്തിരിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടെയാണിത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. വ്യത്യസ്തങ്ങളായ 6 ചോദ്യങ്ങളാണ് ഞാനിതിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ 6 ചോദ്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടും. നിങ്ങൾക്ക് പിന്നെ തെറ്റുകൂടാതെ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നൊന്നായിട്ട് കാണാം. ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സാക്കരുത്. കാരണം 6ഉം 6 രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ കാണുക. വാട്ട് ഈസ് ദ ടൈം? ആദ്യത്തെ ചോദ്യമാണിത്. വാട്ട് ഈസ് ദ ടൈം അറ്റ് 120 ഡിഗ്രി ഈസ്റ്റ് വെൻ ഇറ്റ് ഈസ് നൂൺ അറ്റ് ഗ്രീനിച്ച്? ഗ്രീനിച്ചിൽ നൂൺ ആയിരിക്കുമ്പോൾ 120 ഡിഗ്രിയിൽ ഈസ്റ്റിൽ എങ്ങനെയാണ് സമയം എന്നാണ് ചോദിച്ചത്. ഗ്രീനിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. ഗ്രീനിച്ച് എന്ന് പറയുന്നത് ഗ്രീനിച്ച് മെറീഡിയൻ ആണ്, അഥവാ പ്രൈം മെറീഡിയൻ ആണ്. സമയം നിർണ്ണയിക്കാൻ എടുക്കുന്ന വേൾഡിലെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ആണത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഗ്രീനിച്ചിൽ നൂൺ ആണെങ്കിൽ, ഗ്രീനിച്ച് അപ്പൊ എത്ര ഡിഗ്രി ആണെന്ന് പറഞ്ഞു? 0 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ് ആണ് ഗ്രീനിച്ച് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നൂൺ എന്ന് പറയുന്നത് ഉച്ച സമയമാണ്, നട്ടുച്ച, അതായത് 12 മണി സമയത്തെയാണ് നൂൺ എന്ന് പറയുന്നത്. ഗ്രീനിച്ച് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. ഈ 0 ഡിഗ്രിയിൽ എത്ര സമയം പറഞ്ഞിട്ടുണ്ട്? നൂൺ 12 മണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 120 ഡിഗ്രി ഈസ്റ്റിൽ എത്ര സമയം ആണ് എന്നാണ് നമുക്ക് കണക്കാക്കേണ്ടത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ലോങ്ജിറ്റ്യൂഡുകൾ ഇതുപോലെ വരയ്ക്കുക. നമുക്കിപ്പോൾ തന്നിരിക്കുന്ന നമ്മൾ ബേസ് ലോങ്ജിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രി നമ്മളിതാ വരച്ചു, ഒരു ലൈൻ വരച്ചു. ലൈൻ വരച്ച ശേഷം ഈസ്റ്റിലേക്കാണോ വെസ്റ്റ്? നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം ഈസ്റ്റിലല്ലേ, ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡ് ആണ്. അതുകൊണ്ടാണ് 0 ഡിഗ്രിയിൽ നിന്നും ഈസ്റ്റിലേക്ക് ഒരു ലൈൻ വരച്ചത്. അതേസമയം നമുക്ക് ഇവിടെ തരുന്നത് 120 ഡിഗ്രി വെസ്റ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ എവിടെ വരയ്ക്കുമായിരുന്നു? വെസ്റ്റിലായിരുന്നു. 0 ഡിഗ്രിയുടെ വെസ്റ്റിലാണ് വരയ്ക്കേണ്ടിയിരുന്നത്. പക്ഷെ നമുക്കിവിടെ തന്നിരിക്കുന്ന ചോദ്യം ഈസ്റ്റിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 0 ഡിഗ്രിയുടെ ഈസ്റ്റിൽ ലൈൻ വരച്ച് മുകൾ ഭാഗത്തായിട്ട് എന്തെഴുതുന്നു? ആ ലോങ്ജിറ്റ്യൂഡ് എഴുതുന്നു. അപ്പം മുകൾ ഭാഗത്ത് ലോങ്ജിറ്റ്യൂഡ് എഴുതുക. അതിന് നേരെ താഴെ സമയം 0 ഡിഗ്രിയിൽ 12 മണി, ഉച്ചയ്ക്ക് 12 മണിയും. ഇനി കണ്ടെത്തേണ്ടത് എത്ര? 120 ഡിഗ്രിയിൽ എന്നാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് നേരെ ഉത്തരത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 1-2 വളരെ ലളിതമായ സ്റ്റെപ്പുകൾ ഉപയോഗിച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. ആദ്യം വേണ്ടത് ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ്. നമുക്ക് തന്നിരിക്കുന്ന 2 രേഖാംശങ്ങൾ അഥവാ ലോങ്ജിറ്റ്യൂഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്ര എന്നാണ് നമുക്ക് നോക്കേണ്ടത്. 0 ഡിഗ്രിയിൽ നിന്നും 120 ഡിഗ്രി വരെയുള്ള ഇതിന്റെ ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ് നമുക്കറിയാം. 120 മൈനസ് 0 എന്ന് പറയുന്നത് 120 ആണ്. അപ്പൊ 120 ആണ് ഇതിന്റെ ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടൈം ഡിഫറൻസ് എത്ര എന്നുള്ളതാണ്. ടൈം ഡിഫറൻസ് കണക്കാക്കാൻ 120 എന്ന ഈ ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസിന്റെ കൂടെ 120 ലോങ്ജിറ്റ്യൂഡ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ലോങ്ജിറ്റ്യൂഡ് 1 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 1 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡിന് എടുക്കുന്ന സമയം എത്രയെന്ന് നമ്മൾ പറഞ്ഞു? 4 മിനിറ്റ് ആണെന്ന് പറഞ്ഞു, അല്ലെ? 4 മിനിറ്റ്. ആ 4 മിനിറ്റ് ആണ് ഇത്. ഇപ്പൊ 120 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ് ആണെങ്കിൽ 120 ഡിഗ്രി തിരിയാനായിട്ട് എത്ര സമയം വേണം എന്നുള്ളത് കണ്ടെത്താൻ 120നെ ആ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. നമുക്ക് ഉത്തരം കിട്ടും 480 മിനിറ്റ്. എത്ര മിനിറ്റ് ആണ്? 480 മിനിറ്റ്. അപ്പൊ നമുക്ക് ഉത്തരമായിട്ടില്ല. ഇത് മിനിറ്റിലാണ് കിടക്കുന്നത്. നമുക്ക് മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണം. മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മാത്രം മതി? ഇതിനെ 60 കൊണ്ട് ഭാഗിച്ചാൽ മാത്രം മതി, അല്ലെ? മിനിറ്റിനെ അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന മിനിറ്റ് വാല്യൂവിനെ 60 കൊണ്ട് ഭാഗിക്കുക. 480 എന്ന ഈ വാല്യൂവിനെ നമ്മൾ എത്ര കൊണ്ട് ഭാഗിച്ചു? 60 കൊണ്ട് ഭാഗിച്ചപ്പോൾ നമുക്ക് കിട്ടിയ സമയമാണ് 8 മണിക്കൂർ. ഇനി മറ്റൊരു രീതിയിലും നമുക്ക് ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു രീതിയുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട എന്ന് കരുതിയാണ് ഞാനത് ഇവിടെ പറയാതിരുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം, നമുക്ക് കിട്ടുന്ന ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 15 ഡിഗ്രി കൊണ്ട് ഹരിക്കാൻ കഴിയുന്നവയാണെങ്കിൽ, പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് ചെയ്താൽ മതി. 120 ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ മാത്രം മതി. നമുക്ക് 120 ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്? ഉത്തരം
120 ഡിവൈഡഡ് ബൈ 15 ചെയ്താലും നമുക്ക് കിട്ടുന്ന ഉത്തരം എത്ര തന്നെയാണ്? 8 തന്നെയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയാത്ത ചോദ്യങ്ങൾ വരും. അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട എന്ന് കരുതിയാണ് ഇവിടെ ഞാൻ തൽക്കാലം അത് പറയാതിരുന്നത്. ഇങ്ങനെ നമുക്ക് തൽക്കാലം പഠിച്ചു പോകാം. അപ്പൊ 8 മണിക്കൂർന്ന് കിട്ടി. എന്നിട്ടും ഉത്തരമായിട്ടില്ല അല്ലേ? നമ്മളിപ്പോൾ ടൈം ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കിനി എന്താണ് അറിയേണ്ടത്? ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 120 ഡിഗ്രി ഈസ്റ്റിൽ എത്ര എന്നാണ് ചോദ്യം. നമ്മളിപ്പോൾ ടൈം ഡിഫറൻസ് മാത്രമേ ആയിട്ടുള്ളൂ അല്ലെ? 120 ഡിഗ്രിയിൽ എത്ര മണിക്കൂറാണ് സമയ വ്യത്യാസം എന്ന് അറിയാനായിട്ട് നമ്മൾ ഈ 12 മണിയോടുകൂടെ കൂട്ടുകയോ കുറയ്ക്കുകയോ വേണം. എങ്ങനെയാണ് കൂട്ടണോ കുറയ്ക്കണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ അതിന് വേണ്ടിയിട്ട് നോക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഈസ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ? കൂട്ടുക. എന്തിന്റെ കൂടെ കൂട്ടണം? നമുക്ക് തന്നിരിക്കുന്ന സമയത്ത് ബേസ് സമയത്തിന്റെ കൂടെ കൂട്ടണം. വെസ്റ്റിലേക്കാണ് നമ്മൾ പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം, ലെസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈസ്റ്റിലേക്കാണ് അല്ലെ? ഈസ്റ്റിലേക്ക് പോകുമ്പോൾ കൂട്ടണം. 12ന്റെ കൂടെ ഈ 12ന്റെ കൂടെ എത്ര കൂട്ടണം? 8 കൂട്ടണം. 8 കൂട്ടുമ്പോൾ നമ്മൾ നോർമലി സമയം കണക്കാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ 12ന്റെ കൂടെ 8 കൂട്ടുമ്പോൾ 12 കഴിഞ്ഞാൽ പിന്നെ അഗെയിൻ നമ്മൾ 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 12 കഴിഞ്ഞിട്ട് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 നമുക്ക് എത്ര സമയം കിട്ടും? 8 എന്ന് കിട്ടും അല്ലേ? നമ്മുടെ ടൈം അറ്റ് 120 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നത് എത്രയെന്ന് വരും? 8 PM എന്ന് വരും. 8 PM എന്ന് വരും. 8 PM എന്ന് എങ്ങനെയാണ് കിട്ടിയത്? ഇത് ഉച്ചയാണ് അല്ലേ? 12 PM എന്ന് പറയുന്നത് ഉച്ചയാണ്. ഉച്ച കഴിഞ്ഞ് അടുത്ത 12 മണി വരുന്നത് വരെ PM തന്നെയാണ് അല്ലേ? അപ്പൊ 12 PM, 1 PM, 2 PM, 3 PM, അങ്ങനെ 8 PM. രാത്രി 8 മണിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ 120 ഡിഗ്രി മുന്നോട്ട് പോയപ്പോൾ, ഈസ്റ്റിലേക്ക് പോയപ്പോൾ 8 PM ആയിരുന്നു സമയം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതേ ചോദ്യത്തിൽ ചെറിയ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വാട്ട് ഈസ് ദ ടൈം അറ്റ് 120 ഡിഗ്രി വെസ്റ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞത് 120 ഡിഗ്രി ഈസ്റ്റിൽ എത്രയായിരുന്നു എന്നാണ്. നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പുകൾ നമ്മൾ വരയ്ക്കുന്നു. ആദ്യം നമ്മൾ 0 ഡിഗ്രി നൂൺ പറഞ്ഞു അല്ലേ? നൂൺ എന്ന് പറയുന്നത് നട്ടുച്ചയാണ്. 12 മണി. ഗ്രീനിച്ച് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്, പ്രൈം മെറീഡിയൻ ആണ്. ആ രേഖ നമ്മളിവിടെ വരച്ചു കൊടുക്കുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ നോക്കുന്നു വെസ്റ്റിലെ വാല്യൂ ആണ്, അതെങ്കിൽ ലോജിറ്റ്യൂഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ 0 ഡിഗ്രിയുടെ വെസ്റ്റിലായി ഒരു ലൈൻ വരയ്ക്കുന്നു. 120 ഡിഗ്രി വെസ്റ്റ്. അവിടുത്തെ സമയം എത്രയെന്നാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അതിനായി നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായി ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ് 120 ഡിഗ്രിയാണ്. അതായത് 0യിൽ നിന്ന് എത്ര വരെ? 120 ഡിഗ്രി വെസ്റ്റ് വരെയുള്ള സമയം, ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 120 ഡിഗ്രി. ഇനി ടൈം ഡിഫറൻസ് നേരത്തെ പോലെ തന്നെ 120 × 4 = 480 മിനിറ്റ്സ്. 480 മിനിറ്റ്സിന് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 8 മണിക്കൂർ എന്ന് കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞു ബേസ് ലൈനിൽ നിന്നും, അതായത് നമ്മൾ നിൽക്കുന്ന നമുക്ക് അറിയാവുന്ന സമയം ഏത് ലൈനാണോ ആ ലൈനിൽ നിന്നും വെസ്റ്റിലേക്കാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടതെങ്കിൽ മൈനസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്, ലെസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഈ 12ൽ നിന്നും 8 കുറയ്ക്കണം അന്നേരം അല്ലെ? 12ൽ നിന്ന് 8 കുറച്ചാൽ എത്രയാണ്? 12ൽ നിന്ന് 8 കുറച്ചാൽ 4 ആണ് അല്ലെ? അപ്പൊ ഇവിടെ 12 ഉണ്ട്. 11, 10, 9, 8, 7, 6, 5, 4. അപ്പൊ നമ്മുടെ സമയം ഈ ടൈം അറ്റ് 120 ഡിഗ്രി വെസ്റ്റ് എത്രയായിട്ട് നമുക്ക് കിട്ടും? 4 എന്ന് കിട്ടും അല്ലെ? 4 കിട്ടി. അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയ 120 ഡിഗ്രി ഈസ്റ്റില് PM-ലായിരുന്നു പറഞ്ഞല്ലേ? ഇത് ഉച്ചയ്ക്ക് 12 മണിയാണ്. ഇവിടെ നിന്നും 1 മണിക്കൂർ കുറഞ്ഞാൽ തന്നെ 11 AM ആയി അല്ലെ? ഉച്ച കഴിഞ്ഞ് ബാക്കിലോട്ടാണ് സമയം പോകുന്നത്. നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്ത സമയത്തെ. അന്നേരം 4 മണി എന്ന് പറയുന്നത് രാവിലെ വെളുപ്പിന് 4 മണി, അതിനെ AM എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഉത്തരം 4, 5, 12 അങ്ങനെയൊക്കെ ശരിയായിട്ട് എഴുതിയാൽ പോരാ. അതിന്റെ കൂടെ വരുന്ന AM, PM, ഇനി ദിവസമുണ്ടെങ്കിൽ ദിവസവും, ഇത്രയും കൃത്യമായിട്ട് എഴുതിയാൽ മാത്രമേ നമ്മുടെ ഉത്തരം ശരിയാവുള്ളൂ. 4 AM-ന് പകരം 4 PM എന്നാണ് എഴുതുന്നതെങ്കിൽ ഉത്തരം തെറ്റാണ്. PM-ന് പകരം AM ആണ് എഴുതുന്നതെങ്കിലും തെറ്റാണ്. അപ്പൊ കൃത്യമായിട്ടും AM-ഉം PM-ഉം വ്യക്തമായി എഴുതിയിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്. When it is 10 PM in India,
what is the local time at Helsinki located at 20 degree west? അപ്പോൾ 10 PM ഇൻ ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മൾ ആദ്യം ബേസ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കുന്നു, 0 ഡിഗ്രി നമ്മൾ വരച്ചു കൊടുക്കുന്നു. 0 ഡിഗ്രി പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല, എങ്കിലും നമ്മൾ 0 ഡിഗ്രി വരയ്ക്കുകയാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ്സ് മെറീഡിയൻ എത്രയെന്ന് നമുക്കറിയണം. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന് പറഞ്ഞാൽ 82, ഇന്ത്യയുടെ ഒത്ത നടുവിലൂടെ കടന്നു പോകുന്ന 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഈ രണ്ട് അക്ഷാംശങ്ങൾ ഈ രണ്ട് ലോങ്ജിറ്റ്യൂഡ്സ് നിങ്ങൾ കണ്ടല്ലോ, 68 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് 97 ഡിഗ്രി ഈസ്റ്റ് നിങ്ങൾ കണ്ടു. അതായത് ഇന്ത്യയുടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 68 ഡിഗ്രി ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി ഈസ്റ്റ് വരെയാണ്. ഈ രണ്ട് ലോങ്ജിറ്റ്യൂഡ്സിന്റെയും ഏറെക്കുറെ മിഡിൽ പോർഷനിലായിട്ട് വരുന്ന ഒരു ലോങ്ജിറ്റ്യൂഡാണ് 82.5 ഡിഗ്രി ഈസ്റ്റ്. ഇതിനെയാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ് മെറീഡിയനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓഫ് ഇന്ത്യ, വിച്ച് ഈസ് 82.5 ഡിഗ്രി ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് 82.5 ഡിഗ്രി ഈസ്റ്റ് നമ്മൾ എഴുതി. ഈസ്റ്റ് ആയതുകൊണ്ടാണ് വലത് ഭാഗത്തേക്ക് നമ്മളത് എഴുതിയത്. അവിടെ എത്ര മണിയാണെന്ന് പറഞ്ഞു? 82.5 ഡിഗ്രി ഈസ്റ്റിൽ, ഈസ്റ്റ് കൂടെ മെൻഷൻ ചെയ്യാം. ഈസ്റ്റ് എന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റിൽ 10 മണിയാണെങ്കിൽ, രാത്രി 10 മണിയാണെങ്കിൽ 20 ഡിഗ്രി വെസ്റ്റിൽ, 20 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയുമ്പോൾ 0 കഴിഞ്ഞ് ബാക്കിലോട്ട് പോകണം അല്ലേ. അപ്പോൾ 0യുടെ ബാക്കിലായിട്ട് വീണ്ടും ഒരു ലൈൻ വരയ്ക്കുക, 20 ഡിഗ്രി വെസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ. അപ്പോൾ പ്രൈം മെറീഡിയന്റെ ഈസ്റ്റിലോട്ട് വരുന്നവ മാത്രമേ ഈസ്റ്റേൺ ലോങ്ജിറ്റ്യൂഡ്സ്, ദെൻ വെസ്റ്റേൺ ലോങ്ജിറ്റ്യൂഡ്സ് വരണമെങ്കിൽ പ്രൈം മെറീഡിയന്റെയും വെസ്റ്റിലേക്ക് പോകണം അല്ലേ. അപ്പോൾ അങ്ങനെ 20 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ് നമ്മളിവിടെ വരച്ചു കൊടുക്കുന്നു. 20 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡിൽ എത്ര എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നേരത്തെ പറഞ്ഞതുപോലെ ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ് ആണ്. ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, 0 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വെസ്റ്റ് വരെ 20 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ്, 20 ലോങ്ജിറ്റ്യൂഡുകളാണുള്ളത്. ദെൻ അവിടെ നിന്ന് 0യിൽ നിന്ന് 82.5 ഡിഗ്രി വരെ 82.5 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ് ആണ് ഉള്ളത്. അത്രയും എണ്ണമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ലോങ്ജിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് 102.5 ലോങ്ജിറ്റ്യൂഡുകൾ ഉണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടൈം ഡിഫറൻസ് എത്ര എന്ന് നമുക്ക് നോക്കാം. ടൈം ഡിഫറൻസ് എത്രയാണ്? ഈ 102.5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 410 മിനിറ്റ് എന്ന് കിട്ടും. 410 മിനിറ്റ് എന്ന് കിട്ടും. ഇനി എന്താണ് വേണ്ടത്? ഉത്തരമായോ? ഇല്ല. അതിന് വേണ്ടിയിട്ട് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ഈ 410നെ എത്ര കൊണ്ട് ഭാഗിക്കണം? അവറിലോട്ട് കൺവേർട്ട് ചെയ്യണ്ടേ? മിനിറ്റിനെ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 410 മിനിറ്റ് 60 കൊണ്ട് പൂർണ്ണമായി ഭാഗിക്കാൻ പറ്റില്ല അല്ലെ. 60 കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ ഒരു പൂർണ്ണ സംഖ്യ നമുക്ക് കിട്ടില്ല. ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാൽക്കുലേഷനായിട്ട്, അതായത് ടൈം കാൽക്കുലേഷന് വേണ്ടി നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യരുത്. അത് എന്തിലെ കാൽക്കുലേറ്റർ ആകാം, കാൽക്കുലേറ്റർ യൂസ് ചെയ്യരുത്. നമ്മൾ പണ്ട് കുഞ്ഞുനാളിൽ എഴുതി പഠിച്ചില്ലേ ഭാഗിക്കാനായിട്ട്, അതുപോലെ നിങ്ങൾ ഭാഗിക്കണം. ഇവിടെ ഇങ്ങനെയാണ് ഇത് ഭാഗിക്കേണ്ടത്. നമ്മൾ വരയ്ക്കുക, പണ്ട് വരച്ചതുപോലെ വരച്ച് ഈ കാണുന്ന പോലെ 410 ഡിവൈഡഡ് ബൈ 60 ചെയ്യുക. 410 ഡിവൈഡഡ് ബൈ 60 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 60യെ ഇതിനകത്ത് വരുന്നത് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 360 കിട്ടും. 360 ഇതിനകത്ത് മാക്സിമം വരുന്നത് 60. 410 360 ആണ് അതിൻ്റെ ഹോളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത്. 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 360 വരെയാണ്. ആ 360 ഇവിടെ എഴുതുന്നു. ദെൻ ബാലൻസ്, അപ്പം അതിൻ്റെ 6 ഇവിടുത്തെ നമ്പർ അല്ലേ. അപ്പോൾ 60 × 6 ഈസ് ഈക്വൽ ടു 360. ബാലൻസ് ആയിട്ട് വരുന്നത് 50. അത് ബാലൻസ് അതുപോലെ നമ്മളെടുത്ത് താഴെ എഴുതുന്നു. അപ്പം 60യെ 410നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്തൊക്കെ കിട്ടി നമുക്ക്? 360 എന്ന് ഇവിടെ കിട്ടി, മുകളിൽ 6 കിട്ടി, താഴെ ബാലൻസ് ആയിട്ട് 50 കിട്ടി. ഈ മുകളിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ നമ്പറാണ് അവറിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഈ ഹോളായിട്ട് ഡിവൈഡ് ചെയ്ത് വന്ന ഈ നമ്പർ അവറും, താഴെ നമുക്ക് ബാലൻസ് ആയിട്ട് വന്നത് എന്താണ് മിനിറ്റും ആണ്. അപ്പോൾ അവറും മിനിറ്റും നമുക്ക് വ്യക്തമായിട്ട് കിട്ടാൻ ഇതൊരു ഒറ്റ മാർഗമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്ററിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് പോയിന്റ് വാല്യൂസ് കിട്ടും.
നമുക്ക് കൃത്യമായിട്ടുള്ള അവർ മിനിറ്റ് കിട്ടത്തില്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ ഒരു തെറ്റും കൂടാതെ നിങ്ങൾക്ക് കൃത്യമായിട്ടും അവറും മിനിറ്റും കിട്ടും. ഇവിടെ 410 മിനിറ്റിന് 6 hours and 50 minutes എന്ന് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ 6 മണിക്കൂറായി 50 മിനിറ്റുമാണ് ഈ രണ്ട് ലോങ്ജിറ്റ്യൂഡുകൾക്കിടയിലെ സമയ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി സമയം കണക്കാക്കണ്ടേ? ഇപ്പൊ നമ്മൾ ടൈം ഡിഫറൻസേ ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 20 ഡിഗ്രി വെസ്റ്റിലെ സമയം എത്ര എന്നുള്ളതാണ് ചോദ്യം. ഈ സമയ വ്യത്യാസം കണക്കാക്കാൻ ഇവിടെ ഒരല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഡയറക്റ്റായി നമ്മൾ ഇവിടെ 10 മണിയിൽ നിന്ന് 6:50 വേണമെങ്കിൽ കുറയ്ക്കാം, നമുക്ക് കുറയ്ക്കാം, വിഷയമല്ല, ശ്രദ്ധയോടെ ഇരുന്നാൽ മതി. 10ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ 1, 2, 3, 4, 5, 6. 10ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ 4 എന്ന് കിട്ടും. ദെൻ ഈ 4ൽ നിന്ന് വീണ്ടും ഒരു 50 മിനിറ്റ് കൂടെ കുറയ്ക്കുക. അതായത് 1 മണിക്കൂറിന് 60 മിനിറ്റ് ആണ്. ആ 60 മിനിറ്റിൽ നിന്ന് ഒരു 50 മിനിറ്റ് കൂടെ കുറയ്ക്കുമ്പോൾ 10 മിനിറ്റ് കൂടെ, 10 അല്ലേ എക്സ്ട്രാ വരുന്നത്, അപ്പോൾ 3 10 നമുക്ക് കിട്ടും. പക്ഷെ അതിന് മനസ്സിലൊരു അല്പം ലോജിക്ക് നമുക്ക് ചിന്തിച്ചെടുക്കണം. അതിന് പകരം ഒരു സൂത്രപ്പണിയായിട്ടാണ് ടീച്ചർ എന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഈ 10 മണിക്കൂറിന് നമുക്ക് 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് അല്ലേ, അപ്പൊ നമുക്ക് ഈ 10 മണിക്കൂറിനെ മറ്റൊരു രീതിയിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. 10ൽ നിന്ന് ഒരു 60 മിനിറ്റ് ഞാനിങ്ങനെ പുറത്തെടുക്കുന്നു. പുറത്തെടുത്ത ബാക്കി എത്ര മണിക്കൂർ അതിൽ ബാക്കി? 9 മണിക്കൂറാണ് ബാക്കി. പിന്നെ ഒരു 60 മിനിറ്റ് അല്ലേ. 9 hours and 60 minutes എന്ന് പറയുന്നത് 10 മണിക്കൂറാണ്. ഇപ്പൊ 10 hours and 60 minutes എന്ന് പറഞ്ഞാൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് 11 മണിയെയാണ്. 2 hours and 60 minutes എന്ന് പറഞ്ഞാൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് 3 മണിയാണ്. അപ്പൊ 10 ഹവേഴ്സിനെ നമുക്ക് അതുപോലെ 9 hours and 60 minutes എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആ 960 നമ്മൾ പുറത്തോട്ട് എടുക്കുന്നു. അപ്പോൾ 9 hours and 60 minutes എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 10 മണിയാണല്ലേ. ഈ 10 മണിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, ഈ 10 മണി. ഈ 10 മണിയിൽ നിന്നും നമ്മൾ ഇവിടെ നിന്ന് ബാക്കിലോട്ടാണ് പോകുന്നത് അല്ലേ, പുറകോട്ടാണ് പോകേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ വെസ്റ്റിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ സമയത്തിൽ നിന്ന് കുറയ്ക്കുകയാണ് വേണ്ടത്, കൂട്ടുകയല്ല, കുറയ്ക്കുകയാണ് വേണ്ടത്. എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് തന്നിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ പുറകോട്ടാണ് പോകുന്നതെങ്കിൽ കുറയ്ക്കുക, മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ ആഡ് ചെയ്യുക. അപ്പൊ നമ്മളിവിടെ കുറയ്ക്കണം. കുറയ്ക്കാനായിട്ട് എത്ര മണിക്കൂറാണ് കുറയ്ക്കേണ്ടത്? 6 മണിക്കൂറും 50 മിനിറ്റും. ഈ 6 മണിക്കൂർ 50 മിനിറ്റിന് നമ്മളിവിടെ എഴുതുന്നു. ഓക്കെ, അപ്പോൾ 10 മണിക്കൂറിന് എങ്ങനെ നമ്മൾ എഴുതി? 9 മണിക്കൂറും 60 മിനിറ്റും എന്ന് എഴുതി. 6 മണിക്കൂർ 50 മിനിറ്റിന് അതുപോലെ എടുത്ത് എഴുതി നമ്മൾ കുറയ്ക്കുന്നു. കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3:10 എന്ന് കിട്ടും. തെറ്റുകൂടാതെ നമുക്ക് ടൈം കിട്ടാനായിട്ട് ഉപകരിക്കുന്ന ഒരു സൂത്രമാണ് ടീച്ചർ ഇവിടെ പറഞ്ഞത്. അപ്പൊ ശ്രദ്ധയോടെ നിങ്ങളത് പഠിച്ചു വെക്കുക. അപ്പൊ 3:10 എന്ന് കിട്ടും. ഇനി ഈ 3:10 എന്ന് പറയുന്നത് PM ആണോ AM ആണോ എന്നാണ് അടുത്ത് ചിന്തിക്കേണ്ടത്. ഈ 9:60, ഈ 10 മണി എന്ന് പറയുന്നത് രാത്രി 10 മണിയാണല്ലേ. രാത്രി 10 മണിയിൽ നിന്ന് 6 മണിക്കൂർ പുറകിലോട്ട് പോകുമ്പം എന്തായാലും സമയം എന്ത് ചെയ്യില്ല, AM-ലോട്ട് മാറില്ല. AM-ലോട്ട് മാറണമെങ്കിൽ ആ 12 മണി കടന്നു വരണം. ഇത് 12 കടന്നു വരാത്തത് കൊണ്ട് തന്നെ ഇത് 3 മണി 10 മിനിറ്റ് ആണ്. 3:10 PM ആണ് സമയം. അപ്പൊ AM-ഉം PM-ഉം തെറ്റില്ലല്ലോ. അപ്പൊ ഈ ചോദ്യത്തിനകത്ത് നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഹോൾ നമ്പറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഖ്യയെ എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അതിനെ അവേഴ്സിലേക്കും മിനിറ്റ്സിലേക്കും കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ എളുപ്പത്തിൽ ഈ സമയം നമ്മൾ എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഈ 2 ടെക്നിക്കും ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തിൽ നമ്മൾ ഓർത്തിരിക്കണം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. വാട്ട് ഈസ് ദ ടൈം അറ്റ് 140 ഡിഗ്രി വെൻ ഇറ്റ് ഈസ് 2 PM അറ്റ് 40 ഡിഗ്രി ഈസ്റ്റ്? നമ്മൾ പറയുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ഇനി ചെയ്യുന്നില്ല. 0 ഡിഗ്രി വരയ്ക്കുന്നു. നമുക്കിവിടെ തന്നിരിക്കുന്ന 2 ചോദ്യങ്ങളും ഈസ്റ്റേൺ ഹെമിസ്ഫിയറിൽ തന്നെയുള്ളതാണ്. 40 ഡിഗ്രി ഈസ്റ്റും 140 ഡിഗ്രി ഈസ്റ്റും തന്നെയാണ്. സോ 0 ഡിഗ്രിയുടെ വലതുവശത്തായിട്ട് തന്നെയാണ് രണ്ടും വരയ്ക്കുന്നത്. ആദ്യം 40 ഡിഗ്രി ഈസ്റ്റ്, ദെൻ 140 ഡിഗ്രി ഈസ്റ്റ്. നമുക്ക് വേണ്ടത് ഇവയ്ക്കിടയിലുള്ള സമയ വ്യത്യാസമാണ്. 40 ഡിഗ്രിക്കും 140 ഡിഗ്രിക്കും ഇടയിലുള്ള ഈ 2 ലോങ്ജിറ്റ്യൂഡിന്റെ ഇടയിലുള്ള സമയ വ്യത്യാസം ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഈ 2 ലോങ്ജിറ്റ്യൂഡ് 40ക്കും 140ക്കും ഇടയിലുള്ള ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ് എത്രയാണ്? 140ൽ നിന്ന് 40 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 100 എന്ന് കിട്ടും. ഇവിടുത്തെ സമയ ഡിഫറൻസ് എത്രയാണ്?
100 ഇൻറ്റു 4 ചെയ്താൽ മതി അല്ലേ? അപ്പം 400 മിനിറ്റ് എന്ന് കിട്ടി. ഇനി ഇതിനെ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ചല്ലോ അല്ലേ? 400നെ എന്ത് ചെയ്താൽ മതി? 400നെ ഭാഗിക്കണം. എങ്ങനെയാ ഭാഗിക്കേണ്ടത്? കാൽക്കുലേറ്റർ എടുക്കുമോ നിങ്ങൾ ഇനി ഭാഗിക്കാനായിട്ട്? കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാത്തതിന് ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 6 എന്ന് കിട്ടും. 6 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്ര വരുന്നത്? 360 ആണ് വരുന്നത്. ഈ 360യുടെ ബാലൻസ് എത്ര വരും? 400ൽ 360 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എത്രയാ? 40 ആണല്ലേ? ഈ 40 എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? മിനിറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ താഴെ വന്ന 40 മിനിറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. മുകളിൽ നമുക്ക് കിട്ടിയ ഈ 6 എന്ന് പറയുന്നത് അവേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ 6 hours and 40 minutes. സോ ദ ടൈം അറ്റ് 140 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? എന്ത് ചെയ്യണം? നമുക്കിവിടെ തന്നിരിക്കുന്ന 40 ഡിഗ്രി ഈസ്റ്റിലാണല്ലേ? നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത്. മുന്നോട്ടുള്ള 140 ഡിഗ്രി ഈസ്റ്റിലെ സമയമാണ് നമുക്ക് കാണേണ്ടത്. സോ വി ഹാവ് ടു ആഡ്. നമുക്ക് എന്ത് ചെയ്യണം? കൂട്ടണം. എന്തിൻ്റെ കൂടെ കൂട്ടണം? 2 PM കൂടെ കൂട്ടണം. അപ്പോൾ 2 PM കൂടെ 6 മണിക്കൂറുടെ കൂട്ടണം. 2ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ നമുക്ക് 8 ആയി. 8ൻ്റെ കൂടെ ഒരു 40 മിനിറ്റ് കൂടെ കൂട്ടുമ്പം 8:40 PM. വൈകുന്നേരം തന്നെയാണ്, രാത്രി 8:40 PM എന്ന് നമുക്ക് കിട്ടും. ഈസി അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം പഠിക്കാം. ഇതിനകത്ത് മറ്റു ചോദ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഡേ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. What is the time and day at a certain place on 60 degree west longitude when it is 5:30 AM on Friday at a place 90 degree east longitude? അപ്പം നമുക്കിവിടെ ഡേ കൂടെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ ഇല്ലാത്ത പോലെ നമുക്ക് വരയ്ക്കുന്നു. 0 ഡിഗ്രി വരയ്ക്കുന്നു. ദെൻ 90 ഡിഗ്രി ഈസ്റ്റ്, 2 സ്ഥലങ്ങൾ ഈസ്റ്റും വെസ്റ്റും ആ തന്നിരിക്കുന്നത്. 90 ഡിഗ്രി ഈസ്റ്റ് ആയതുകൊണ്ട് 0 ഡിഗ്രിയുടെ ഈസ്റ്റിൽ അത് വരച്ചു കൊടുത്തു. 90 ഡിഗ്രി ഈസ്റ്റ്. ദെൻ രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് 60 ഡിഗ്രി വെസ്റ്റ്. നമുക്ക് 60 ഡിഗ്രി വെസ്റ്റിലെ സമയമാണ് കാണേണ്ടത്. 90 ഡിഗ്രി ഈസ്റ്റിൽ 5:30 PM ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രി വെസ്റ്റിൽ എത്ര മണി, ഏത് ദിവസം എന്നാണ് നമുക്ക് കാണേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് പഴയതുപോലെ ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ്. 0 മുതൽ 60 വരെ 60 ഡിഗ്രി ആൻഡ് 0 മുതൽ 90 വരെ 90. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 150 ഡിഗ്രിയാണ് ലോങ്ജിറ്റ്യൂഡിനൽ ഡിഫറൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ടൈം ഡിഫറൻസ് കാണാനായിട്ട് ഈ 150യെ 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ചെയ്യുമ്പോൾ നമുക്ക് 600 മിനിറ്റ്സ് എന്ന് കിട്ടും. അതായത് 600നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 hours അല്ലേ? 10 മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് ഈ പറയുന്ന 90 ഡിഗ്രി ഈസ്റ്റും 60 ഡിഗ്രി വെസ്റ്റും തമ്മിലുള്ള സമയ വ്യത്യാസം. എന്ത് ചെയ്താൽ മാത്രം മതി? 10 മണിക്കൂർ കുറച്ചാൽ മാത്രം മതി അല്ലേ? അപ്പം 5:30 PM ആണ്, വൈകുന്നേരം 5:30 PM. അതിൽ നിന്ന് 10 മണിക്കൂർ കുറയ്ക്കണം. അപ്പം വൈകുന്നേരം 5:30 നിന്നും 10 കുറയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെയും ഒരു കൺഫ്യൂഷൻ വരുന്നത് കൊണ്ട്, കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് എണ്ണിയാൽ മാത്രം മതി. ബാക്കിലോട്ട് എണ്ണി പറയാൻ അറിയാവുന്നവർക്ക് അത് മാത്രം ചെയ്താൽ മതിയേ. 5:30യിൽ നിന്നും 10 hours കുറയ്ക്കുക. അതായത് 4:30, 3:30, ദെൻ എത്രയാ? 3:30, 2:30, 1:30, 12:30, ഇങ്ങനെ പുറകിലോട്ട് കുറച്ച് 10 മണിക്കൂർ കുറച്ചാൽ മതി. ഒന്ന് വിരലെണ്ണുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എങ്കിലും കൃത്യമായി തെറ്റാതിരിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. 5:30 എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണം? വെറുതെ വൈകുന്നേരം അല്ലേ, ഉച്ച കഴിഞ്ഞ് 12 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ റെയിൽവേ ടൈമിൽ 13, 14, 15 എന്ന് പറയും അല്ലേ? അപ്പം അങ്ങനെ 5:30 വരുമ്പോൾ 12 കഴിഞ്ഞ് 13, 14, 15, 16, 17, 17:30 എന്ന് വരും. ഈ 17:30 എന്ന് പറയുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ 17:30ൻ്റെ കൂടെ എത്ര കുറയ്ക്കണം? 10 കുറയ്ക്കണം. എന്തുകൊണ്ട് കുറയ്ക്കുന്നു? പുറകിലോട്ടായതുകൊണ്ട് കുറയ്ക്കുന്നു. അപ്പോൾ 10 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7:30 എന്ന് കിട്ടും. 7:30. അപ്പോൾ 7:30 സമയം. ആക്ച്വൽ ടൈം എത്രയാണ്? 7:30. എപ്പോഴാണ്? വൈകുന്നേരം ആണോ? അല്ല, അവിടെ എത്രയാണ്? AM ആണ് കേട്ടോ. ആ AM ആണ്. വൈകുന്നേരം 5:30 അതേ ദിവസം രാവിലെ 7:30 കാര്യമാണ് ഇവിടെ പറയുന്നത്. കാരണം 10 മണിക്കൂറിന്റെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ടൈം അറ്റ് 60 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയുന്നത് 7:30 AM ഫ്രൈഡേ. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതണം. സമയം എത്രയാണെന്ന് എഴുതണം. അത് രാവിലെയാണോ വൈകുന്നേരം ആണോ എന്നുള്ളത് AM PM വഴി റെപ്രസെന്റ് ചെയ്യണം. അത് ഏത് ദിവസമാണെന്നുള്ളത് റെപ്രസെന്റ് ചെയ്യണം. ചോദ്യത്തിൽ എന്തുണ്ടോ അത് നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കി ചെയ്തിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 7:30 AM ഫ്രൈഡേ. അവസാനത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം.
What is the time and day at a certain place on 90-degree east longitude when it is 8 p.m. on Friday at a place 60-degree west longitude? നേരത്തെ പറഞ്ഞ അതേ ലോങ്ജിറ്റ്യൂഡുകൾ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പക്ഷെ തിരിച്ചാണ്. നമ്മൾ നേരത്തെ 90-ഡിഗ്രിയിൽ നിന്നും 60-ലേക്ക് എത്ര സമയം എന്നാണ് ചോദിച്ചിരുന്നത്. ഇവിടെ 60-ഡിഗ്രി വെസ്റ്റിലെ സമയം 8 p.m. ഫ്രൈഡേ എന്ന് തന്നിട്ടുണ്ട്. 90-ഡിഗ്രിയിൽ എത്ര എന്നാണ് ചോദ്യം വരുന്നത്. നേരത്തെ ആയതുകൊണ്ട് നമുക്ക് അധികം കൺഫ്യൂഷൻ ഇല്ല. സമയം ലോങ്ജിറ്റ്യൂഡൽ ഡിഫറൻസ് 150 ആണ്. ടൈം ഡിഫറൻസ് 150 into 4 600 മിനിറ്റ്സ് ആൻഡ് അവറിൽ പറയുമ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 10 hours എന്ന് കിട്ടും. 600നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 hours എന്ന് കിട്ടും. അപ്പൊ ഈ 10നെ ഇനി എന്താ ചെയ്യേണ്ടത്? നേരത്തെ നമ്മൾ കുറച്ചു അല്ലേ, 90യിൽ നിന്ന് പുറകിലോട്ടായതുകൊണ്ട് കുറച്ചു. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ്? മുന്നോട്ടാണ്, എഹെഡ് ആണ്, മുന്നോട്ടാണ്. അന്നേരം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആരിൽ നിന്ന് ആഡ് ചെയ്യണം? ഈ പറയുന്ന 8 PM കൂടെ ആഡ് ചെയ്യണം. 8 PM കൂടെ ആഡ് ചെയ്യാൻ നമുക്ക് ഈസി അല്ലേ? 8 വൈകുന്നേരം രാത്രി സന്ധ്യ 8 മണി സമയമാണ്. 8 അത് കഴിഞ്ഞിട്ട് 9 10 11 12 1 2 3 4 അങ്ങനെ നമുക്ക് കൂട്ടിയാൽ മാത്രം മതി. ഇത് ഇവിടെ നിൽക്കും, തെറ്റില്ലാതിരിക്കാൻ, നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. 10 എണ്ണം കൂട്ടിയിട്ടുണ്ട്. 9 10 11 12 1 2 3 4 5 6 6 മണിയാണ് ഉത്തരം. ഇനി AM ആണോ PM ആണോ ഏത് ദിവസമാണെന്നുള്ളതാണ് ചോദ്യം. 9 10 11 12 ഈ 12 മണിയായപ്പോൾ പാതിരാത്രി അല്ലേ? എന്നാൽ രാത്രിയായി, പാതിരാത്രി 12 മണിയായി. പിന്നെ 12 പാതിരാത്രി 12 മണിയായി നമ്മൾ 12 AM എന്നാണ് പറയുന്നത്. AM കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് 1 2 3 4 ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? AM ആണ്. അതായത് പിറ്റേ ദിവസമായി എന്നർത്ഥം അല്ലേ? പിറ്റേ ദിവസമായി. ഇവിടെ ഫ്രൈഡേ ആയിരുന്നെങ്കിൽ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? സാറ്റർഡേ ആണ്. അപ്പോൾ സമയവും മാറി, ദിവസവും മാറി. ഈ ചോദ്യത്തിൽ ടൈം അറ്റ് 90-ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നത് 6 AM സാറ്റർഡേ. 6 AM സാറ്റർഡേ. നിങ്ങൾക്ക് ഇത്രയും വ്യത്യസ്തമായ രീതികളിലാണെങ്കിൽ നിങ്ങൾ ആവർത്തിച്ച് ഈ വീഡിയോ കണ്ട് നിങ്ങളത് മനസ്സിലാക്കുക. 6 ചോദ്യവും നിങ്ങൾ സ്വന്തമായി ചെയ്തും ക്വസ്റ്റ്യൻ എഴുതി വെച്ച ശേഷം നിങ്ങൾ സ്വയം വർക്കൗട്ട് ചെയ്ത് നോക്കുക. മറ്റു ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്കായി ഒരു ചോദ്യം തരാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചോദ്യം. ചോദ്യം ഇതാണ്: When it is 2 PM at Greenwich, what time will be 45-degree west to it? നിങ്ങൾക്ക് ഈ 6 ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലായെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് തരാൻ പറ്റും. നിങ്ങളുടെ ഉത്തരം കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു.